നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നടൻ കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവ ചുണ്ടിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. തുടർന്ന് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. വെള്ളിയാഴ്ച രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹനയാണ് ഭാര്യ. മലയാളിയെ എന്നും ചിരിപ്പിച്ച അതുല്യ കലാകാരനാണ് വിടവാങ്ങിയത്. നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് പ്രേക്ഷകരും സിനിമാ ലോകവും. സീരിയൽ, സിനിമ, സ്റ്റേജ് ഷോകൾ തുടങ്ങി മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച് ഒടുവിൽ കണ്ണീരിലാഴ്ത്തിയ അതുല്യ കലാകാരനാണ് കലാഭവൻ നവാസ്. കലാഭവനിലൂടെ മിമിക്രി രംഗത്തേക്ക് കടന്നുവന്ന നവാസ് വൈകാതെ നടനും ഗായകനുമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു കാലത്ത് സ്പോർട് കോമഡിയിലൂടെ സ്റ്റേജ് ഷോകളെ ഇളക്കിമറിച്ചും നവാസ് കയ്യടി നേടി. കൂട്ടുകാരത്തുള്ള ഉല്ലാസവേളയിൽ ശബ്ദാനുകരണം നടത്തിയാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് മിമിക്രി ലോകത്തേക്ക് കടന്നുവന്നത്. നാട്ടിലെ യുവജനമേളയിൽ മിമിക്രിയിൽ സ്ഥിരം 1ാം സ്ഥാനം നേടിയിരുന്ന ആളെ നടി ഫിലോമിനയുടെ ശബ്ദം അനുകരിച്ച് 2ാം സ്ഥാനത്താക്കി നവാസ് ചിരിമുറ്റത്ത് ഇരിപ്പുറപ്പിച്ചു. KS പ്രസാദിന്റെ കൈപിടിച്ച് ചിരിയുടെ സർവകലാശാലയായ കലാഭവനിലേക്ക് കടന്നു. ആബേലച്ചന്റെ പിന്തുണ നവാസിനെ കലാഭവന്റെ സ്റ്റേജുകളിൽ നിത്യസാന്നിധ്യമാക്കി. കുന്നംകുളത്തെ സ്റ്റേജിൽ നിന്നാണ് തുടക്കം. പാടാനുള്ള കഴിവ് ശബ്ദാനുകരണത്തിൽ സമന്വയിപ്പിച്ചതോടെ താരങ്ങൾ നവാസിലൂടെ ഗായകരായി. നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകന് അഭിനയിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നു. ടെലിവിഷൻ ഷോകളിലൂടെ മലയാളിയുടെ വീടുകളിൽ സുപരിചിതനായി മാറിയ നവാസ് 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. മാട്ടുപെട്ടി മച്ചാൻ, തില്ലാന തില്ലാന, മായാജാലം, ജൂനിയർ മാൻഡ്രേക്ക്, മൈ ഡിയർ കരടി, ചട്ടമ്പിനാട്, ചക്കരമുത്ത്, മേരാ നാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. അഭിനയിച്ചതിലേറെയും ഹാസ്യ കഥാപാത്രങ്ങൾ. നവാസിനെ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിച്ചില്ലെന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രകടനമാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ കണ്ടത്. ടെലിവിഷൻ കോമഡി പരിപാടികളിൽ ജഡ്ജസിന്റെ റോഡിലെത്തിയിരുന്ന നവാസ് അവിടെയും പ്രേക്ഷകനെ കയ്യിലെടുത്തു. സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം ആരംഭിച്ച കൊച്ചിൻ ആർട്സ് മിമിക്രി ട്രൂപ്പിലൂടെ സ്റ്റേജ് ഷോകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ ശരിയാ. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് മടങ്ങിവരാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം. കുമരനെല്ലൂരിൽ സിമന്റ് ലോഡുമായി എത്തിയ ലോറി താഴ്ന്നു. അമേറ്റിക്കര കുമരനെല്ലൂർ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അമേറ്റിക്കര ഹരിമംഗലം ക്ഷേത്രത്തിനടുത്തുള്ള ട്രാൻസ്ഫോമറിന് സമീപമാണ് ലോറി താഴ്ന്നത്. ഒരേ ദിശയിൽ നിർത്തിയിട്ട മറ്റൊരു ലോറിയെ മറികടക്കുന്നതിനിടെയാണ് അപകടം. ട്രാൻസ്ഫോമിൽ തട്ടാതെയും ഇടുങ്ങിയ റോഡിൽ നിന്നും പാടത്തേക്ക് മറിയാതെയുമാണ് ലോറി നിന്നത്. റോഡ് തകർച്ചയും കൊപ്പത്തെ ഗതാഗത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളും ചർച്ച ചെയ്ത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഈ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. പട്ടാമ്പി ടൗൺ ഉൾപ്പെടെയുള്ള റോഡുകളുടെ തകർച്ച യോഗത്തിൽ ചർച്ചയായി.
വാടാനംകുറിച്ചി റിവേൽ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായുള്ള യാത്രാ ദുരിതവും യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ റോഡിന്റെ ശോചനീയാവസ്ഥയും ചർച്ചയായി. അമ്പലത്തിന്റെ പോണ റോഡിലേക്ക് പ്രധാന റോഡല്ല അമ്പലത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി ആ പ്രദേശത്ത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം മൊത്തം വരുന്നത് റോഡിൽ ഞാങ്ങാറ്റി സെന്റർ വരി ഏകദേശം അത് ബാക്കി പിന്നെ അപ്പുറത്ത് പിന്നെ പാടത്തേക്ക് ഇറങ്ങിപ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഡ്രൈനേജ് ഇവര് ഈ എന്താ ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു പീസ് ഡ്രൈനേജുകളാണ്. കൊപ്പത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയായെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്നും അനുമതി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ അറിയിച്ചു. ടൗണിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കാത്തതിലും പ്രസിഡന്റ് യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു. സിഗ്നൽ എല്ലാം റെഡിയാണ്, ഇതൊന്നും അവിടെ സ്ഥാപിക്കാൻ ഇതുവരെ ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നമ്മൾ ഇതിന്റെ ഭാഗമായി നിരന്തരമായി ഓരോ ഓഫീസുമായി കയറി ഇറങ്ങണം. കൊപ്പത്ത് മണിക്കൂറുകളോളം ഒരു ലക്ഷ്യമില്ലാതെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. വണ്ടികൾ വാഹനപ്പെരുപ്പം നമുക്കറിയാലോ. ഇപ്പൊ റോഡെല്ലാം നല്ല സൗകര്യമുണ്ട്. പണ്ട് അവിടെ സിഗ്നൽ ഉണ്ടായത് അത് ഭാരമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അന്ന് റോഡ് തീരെ വീതിയില്ലാത്ത സാധനം. ഇന്ന് യഥേഷ്ടം വീതിയുള്ളൊരു ടൗണായി മാറിയിട്ടുണ്ട്. അവിടേക്കുള്ള സിഗ്നലും റെഡിയായിരുന്നു. PWDക്ക് അതുപോലെ ട്രാഫിക് വകുപ്പിനെ എല്ലാവർക്കും കത്തയച്ച് ഇതൊന്ന് വയ്ക്കാനുള്ള ഒരു അനുമതി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടപടി. വിളയൂർ കൈപ്ര റോഡിന്റെ തകർച്ചയും കുടിവെള്ള പൈപ്പുകൾ തകരുന്ന പ്രശ്നങ്ങളാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ യോഗത്തിൽ അറിയിച്ചത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എപ്പോഴും പൊട്ടിയിട്ടും ആ റോഡ് പോയി നോക്കിയപ്പോൾ നമുക്ക് കാണാം ഒരു 300 പൊട്ട് കൂരാഞ്ചി മുതൽ വിളയൂര് മുതൽ അങ്ങോട്ട് കൈപ്പുറം വരെയുണ്ട്. അപ്പൊ അത് നേരാക്കാണ്ട് ഇപ്പൊ നമ്മൾ ഈ റോഡ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് 5 കോടിയുടെ വർക്കൊക്കെ വന്നിട്ട് നാളെ മറ്റന്നാൾ അത് പോയി പൊളിച്ചാൽ നാട്ടുകാരെന്തായാലും സമ്മതിക്കുന്നു തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, വിളയൂർ സ്കൂളിൽ ധാരാളം കുട്ടികൾ പോണ സ്ഥലമാണ് വിളയൂര് മുതൽ നമ്മുടെ പുളിഞ്ചോട് പാലം വരെ. പക്ഷെ ആ റോഡിന്റെ ഇരുവശങ്ങളിലും പിന്നെ PWD റോഡാണ്. വലിയ പൊന്തിയും അതുപോലെ വെള്ളക്കെട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ആ വെള്ളക്കെട്ടുള്ള ഭാഗം ഒന്ന് നേരിയേക്കാൻ എന്തെങ്കിലും ഫണ്ട് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത്. പക്ഷെ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു സംവിധാനം എന്തായാലും ഒരുങ്ങിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് പന്നിശല്യവും തെരുനായ ശല്യവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. കൊപ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവയുടെ ശല്യം രൂക്ഷമാണെന്നും ശാശ്വതമായ നടപടി ഉണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഗീതാ മണികണ്ഠൻ സൂചിപ്പിച്ചു. എവിടെയാണ് വിള നാശം അല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ ഉപദ്രവമുള്ള രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് പഞ്ചായത്തുകാർക്ക് അതിന് നടപടിയെടുക്കാൻ ഇപ്പോൾ ഈ ഒക്ടോബർ മാസം വരെ ഒരു സമയമുണ്ട്. അത് മാക്സിമം എല്ലാ പഞ്ചായത്തും പ്രസിഡന്റുമാരും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. കൊപ്പത്തൊക്കെ പന്നിശല്യം ഭയങ്കര രൂക്ഷമാണ്. കൃഷികളൊക്കെ ഉപേക്ഷിച്ച മട്ടിലാണ് കർഷകർ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിലാണ് കർഷകരും. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന റോഡിൽ പന്നി കുറുകെ ചാടി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളുടെ ബലക്ഷയം പരിശോധിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ അറിയിച്ചു. കൊപ്പത്തെ സപ്ലൈക്കോയിലും ഓങ്ങല്ലൂർ കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥർക്കെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. ഇക്കാര്യങ്ങൾ പരിശോധിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. എക്സൈസിന്റെ നേതൃത്വത്തിൽ താലൂക്കിൽ നടപ്പാക്കി വരുന്ന പ്രത്യേക ഡ്രൈവുകളെക്കുറിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. ലിറ്റർ പിടിച്ചെടുക്കേണ്ടായി. അതുപോലെ തന്നെ ഈ വാഷ് 936 ലിറ്റർ വാഷ് നമ്മൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്. അതുപോലെ തന്നെ IMFL മൊത്തം ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ 37.5 ലിറ്റർ നമ്മൾ വിവിധ കേസുകളിലായിട്ട് പിടിച്ചെടുക്കേണ്ടായി. അതുപോലെ തന്നെ ഈ പൊതുസ്ഥലങ്ങളിലുള്ള പിന്നെ സ്മോക്കിങ്, അതുപോലെ തന്നെ ഈ കടകളിലൊക്കെയുള്ള ഈ ലഹരി നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് 17 കോട്ട് ഫൈനുകളിൽ നിന്നായി 3500 രൂപയോളം നമ്മൾ ഈടാക്കിയിട്ടുണ്ട്. തഹസിൽദാർ TP കിഷോറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഭൂരേഖ തഹസിൽദാർ TP സേതു മുഹമ്മദ്, മറ്റു ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. പട്ടാമ്പി ടൗണിലെ ഭാരതപ്പുഴയോരത്ത് നിർമ്മിച്ച പാർക്ക് ഉദ്ഘാടന സജ്ജമായി. ഈ മാസം 11-ന് മന്ത്രി ജോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. EMS പാർക്ക് എന്ന പേരാണ് പാർക്കിന് നാമകരണം ചെയ്തിട്ടുള്ളത്. പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടൗൺ പാർക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ്.
ഈ മാസം 11-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. EMS പാർക്ക് എന്നാണ് ടൗൺ പാർക്കിന് നാമകരണം ചെയ്തിരിക്കുന്നതെന്നും MLA പറഞ്ഞു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷവും രണ്ടാം ഘട്ടത്തിനായി 50 ലക്ഷവും രൂപയാണ് വകയിരുത്തിയിരുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. പൂർണ്ണമായും MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്ന പാർക്ക് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവും ആദ്യ മുഖ്യമന്ത്രിയും പട്ടാമ്പിയിൽ 4 തവണ MLAയുമായ EMSന്റെ സ്മാരകം കൂടിയാക്കി മാറ്റുകയാണ് ഈ പാർക്ക്. ജില്ലയിലെ ടൂറിസം സാധ്യതയുള്ള ഇടമാക്കി വിഭവങ്ങളും മറ്റും ലഭ്യമാക്കുന്ന തരത്തിൽ പാർക്കിനെ വികസിപ്പിക്കുവാനും കുടുംബശ്രീയുടെയും ആദിവാസി വിഭവങ്ങൾ അടങ്ങുന്ന മേളകൾ പാർക്കിൽ സംഘടിപ്പിക്കുവാനും ലക്ഷ്യമുണ്ട്. നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ തടസ്സമുണ്ടായിരുന്നത് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തണമായിരുന്നു. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി MLA അതുപോലെ തന്നെ പട്ടാമ്പിയിലെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതോടൊപ്പം തഹസിൽദാർ, ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ കളക്ടർ, DTPCയുടെ സെക്രട്ടറി, ഇവരെല്ലാം കൂടിയിട്ടുള്ളൊരു കമ്മിറ്റിക്കാണ് ഈ നടത്തിപ്പിൻ്റെ ചുമതല. അപ്പോൾ അത് ആ നടത്തിപ്പിൻ്റെ ചുമതല തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാലതാമസം എടുത്തത്. കാരണം അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ചില പെർമിഷനുകളും മറ്റും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമായിരുന്നു. അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടെൻഡർ ചെയ്തു. ആ ടെൻഡർ ഇപ്പോൾ ഏകദേശം അത് തീരുമാനമായി കൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ചുമതല കൊടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് പാർക്കിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മളെ സൗകര്യങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയാണ് ഇറിഗേഷൻ്റെ ഇതിലാണ് പാർക്ക് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിട്ടുള്ളത്. പട്ടാമ്പിയിൽ പുതുതായി നമ്മൾ ആരംഭിക്കുന്ന 100% MLA ഫണ്ടിൽ യാഥാർത്ഥ്യമാകുന്ന ഈ പാർക്കിന് EMS പാർക്ക് എന്ന പേര് നമ്മൾ കൊടുക്കുകയാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഞാനും അതുപോലെ തന്നെ ചെയർപേഴ്സണും ഒക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഐക്യകണ്ഠേനയാണ് ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു തീരുമാനം എടുത്തത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. അപ്പോൾ EMSന്റെ പേരിൽ 4 തവണ EMS പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമായിട്ടുള്ള പട്ടാമ്പിയിൽ ഒരു അങ്ങനെ കാണത്തക്ക രീതിയിലുള്ള വലിയ സ്മാരകങ്ങളൊന്നുമില്ല. അപ്പോൾ EMSന്റെ പേരിൽ ഒരു സ്മാരകം യാഥാർത്ഥ്യമാകുന്നു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒരേഷ്മിക്കുട്ടി മറ്റു ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം പാർക്കിലെത്തിയിരുന്നു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയ സമ്മാന കൂപ്പണിന്റെ വിതരണോദ്ഘാടനം നടന്നു. GCC ക്ലബ് ഹൌസിൽ പ്രവാസി കമ്മിറ്റി ഭാരവാഹികളായ ഷക്കീർ ഇടയത്ത് വളപ്പിൽ, ഫൈസൽ പാറമേൽ എന്നിവർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. 100 രൂപയുടെ സമ്മാന കൂപ്പണിൽ ഇലക്ട്രിക് സ്കൂട്ടർ, TV, സ്പോർട്സ് സൈക്കിൾ എന്നിവ സമ്മാനമായി ലഭിക്കും. നവംബർ 2-ന് വൈകിട്ടാണ് നറുക്കെടുപ്പ്. ചടങ്ങിൽ GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി. സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ ഇക്ബാൽ, ഫാദർ തോമസ് ചീരൻ, ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ റംഷാദ്, GCC അഡ്വൈസറി അംഗങ്ങളായ VN ബിനു, ബാബു നാസർ, വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ, CV ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പിന്നണി ഗായികയും തൃത്താല ഞാങ്ങാട്രി സ്വദേശിയുമായ രാധിക അശോകന് ജയൻ സ്മാരക പുരസ്കാരം. പ്രശസ്ത ചലച്ചിത്ര നടൻ ജയന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജയൻ കലാസാംസ്കാരിക വേദി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകൾക്ക് നൽകുന്ന അവാർഡിനാണ് രാധിക അശോക് അർഹയായത്. മുൻ ചീഫ് സെക്രട്ടറി, കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ K. ജയകുമാർ IAS, ഡോക്ടർ പ്രവീൺ പിള്ള, ശ്രീജ ഗോപൻ എന്നിവരാണ് മറ്റ് പുരസ്കാര ജേതാക്കൾ. തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങ് മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച ഗാനരചയിതാവും കവിയുമായ മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഭാവഗായകൻ P. ജയചന്ദ്രൻ, ചലച്ചിത്ര നടൻ രവികുമാർ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. VK പ്രശാന്ത് MLA, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ, സബീർ തിരുമല, സിജിത അനിൽ, അഡ്വക്കേറ്റ് ചിഞ്ചു സുരേഷ്, ഡോക്ടർ ലക്ഷ്മി നായർ, K. ജയരാജ്, ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. കുറച്ച് പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയുമാണ് ഇക്കാലത്തെ ക്യാമ്പയിനെന്നും മുരളീധരൻ പറഞ്ഞു. പട്ടാമ്പിയിൽ KSBA തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ ചെയർമാനുമായിരുന്ന KSBA തങ്ങളുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. പട്ടാമ്പി രാജപ്രസ്ഥം ഓട്ടൂരത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം. മുൻ KPCC പ്രസിഡന്റും MPയുമായിരുന്ന K. മുരളീധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി അടുത്തിടപഴകുവാനും KSBA തങ്ങൾക്ക് കഴിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമെന്ന് K. മുരളീധരൻ അനുസ്മരിച്ചു. അദ്ദേഹത്തെ പോലെയുള്ളവരുടെ യോഗം പാർട്ടിക്ക് എന്നും വലിയ നഷ്ടം തന്നെയാണെന്നും K. മുരളീധരൻ പറഞ്ഞു. പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട്
പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനങ്ങളുമായി അടുത്തിടപഴകാനും കഴിഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയും. പക്ഷേ അവസാനം അദ്ദേഹത്തിന് രോഗം ബാധിക്കുക, ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിക്കാനുണ്ടായി. ഏതായാലും ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ഇതുപോലുള്ള പ്രവർത്തകർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതൊരു നഷ്ടം തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കാറൊക്കെ, പക്ഷെ ഒരു സഹപ്രവർത്തകൻ വിട്ടുപിരിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് കുറഞ്ഞ പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയും എന്നതാണ് നയം. എന്നാൽ തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് ഈ നയം നല്ലതല്ല. പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിനിലേക്ക് തിരിച്ചു പോകണമെന്നും കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തി. മുമ്പൊക്കെയാണെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങളും കുറവ് പബ്ലിസിറ്റിയും, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൂടുതൽ പബ്ലിസിറ്റിയും വളരെ കുറച്ച് പ്രവർത്തനവുമാണ് ഇപ്പോഴത്തെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റീൽസിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ പഴയ ഒരു സിസ്റ്റം, പണ്ട് പറയാറുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ചൊല്ലുണ്ട്. ഞാനിപ്പോഴും തറപ്പിച്ച് പറയാം, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ ആ ഡോർ ടു ഡോർ ക്യാമ്പയിൻ തന്നെയാണ്. അല്ലെങ്കിൽ വാട്സപ്പൊക്കെ നോക്കുന്നതിന് എത്ര പേരുണ്ട്, എത്ര വോട്ടർമാർ വാട്സപ്പ് നോക്കാം. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും കെ മുരളീധരൻ വിമർശിച്ചു. വോട്ടർ പട്ടിക പുറത്തു വന്നതോടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരുള്ള അവസ്ഥയാണെന്നും മുരളീധരൻ പരിഹസിച്ചു. ഈ വോട്ട് ചേർക്കുമ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് പുറത്തു വന്നത്. ഇപ്പോൾ ശ്രീകണ്ഠനൊക്കെ ലോക്സഭയിൽ എന്നും ബഹളം ഉണ്ടാക്കുന്നത് ബീഹാറിലത്തെ വോട്ടർ പട്ടികയെക്കുറിച്ചാണ്. എന്നാൽ അതിനെ വലിയൊരു വോട്ടർ പട്ടികയാണ് ഇന്ന് കേരളത്തിലെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടിക. തിരുവനന്തപുരം നഗരസഭയിലെ 12 വാർഡുകളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ. ഇന്ന് പത്രത്തിലെ പ്രധാന വാർത്തയാണ് മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരാണ്. അങ്ങനെ ഒരു മാജിക്ക് ഇന്ത്യയിൽ എവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പുതിയ ഒരു പക്ഷേ അത് പിണറായിയുടെ നേട്ടമായിരിക്കാം, അതിൻ്റെ നേട്ടമായിട്ട് അംഗീകരിച്ചു കൊടുക്കണം. കാരണം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ ആദ്യമായിട്ട് കാണാം. ചിലയിടങ്ങളിൽ വോട്ടർമാരെ കാണാനില്ല. പാർട്ടിക്കുള്ളിലെ പ്രാദേശിക തർക്കങ്ങൾ എല്ലാം മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പ്രവർത്തകർക്ക് കഴിയണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായങ്ങളുടെ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഇലക്ഷൻ ഇറങ്ങാൻ കഴിയില്ല. അതായത് പണ്ടൊരു ചൊല്ലുണ്ട്, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഒരിക്കലും ഇലക്ഷൻ വർക്കിനിറങ്ങാൻ കഴിയില്ല. ഞാൻ പറയുന്നത് എല്ലാ പ്രാദേശികമായിട്ടുള്ള തർക്കങ്ങളും മാറ്റിവെച്ച് 7-ാം തീയതി വോട്ട് ചേർക്കുക എന്നുള്ള പ്രക്രിയ അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യരുത്. പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ചർച്ച ഇനിയും വേദികളുണ്ട്. ഇതൊരു ജീവൻ മരണ പോരാട്ടം. ഇവിടെ നമുക്ക് കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങൾക്ക് നമ്മളെ വിജയിപ്പിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചത്. ആ സമയത്ത് താങ്ക്സ് വേണ്ട എന്നുള്ള ഒരു സമീപനം ഒരിക്കലും നമ്മുടെ ആരുടെയും ഭാഗത്തുണ്ടാവരുത്. കെ ആർ നാരായണസ്വാമി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വി കെ ശ്രീകണ്ഠൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. KSP തങ്ങളുടെ സ്മരണാർത്ഥം ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു. KPCC സെക്രട്ടറി അരിഗോവിന്ദൻ, CV ബാലചന്ദ്രൻ, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, CMA കരീം, M രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, PA തങ്ങൾ, K ബഷീർ, ഉമ്മർ കീഴായൂർ, ET ഉമ്മർ, മറ്റു KPCC DCC നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. വയനാട് ചൂരൽമല മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ച് ചാലിശ്ശേരി SSC UP സ്കൂളിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ K മുഹമ്മദ് സൽമാൻ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഛായാചിത്രത്തിന് മുമ്പിൽ തിരിതെളിയിച്ചു. CRC കോർഡിനേറ്റർ ശാലിനി, സ്കൂൾ ലീഡർ MK മുഹമ്മദ് ഫാദിൽ ഷാ, അധ്യാപകരായ VK മിനി, KK സുജ, OS പ്രഭിത തുടങ്ങിയവർ സംസാരിച്ചു. തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച വൈകുന്നേരം ആചാര്യവരണം, മാഹാത്മ്യപാരായണം എന്നിവയോടെയാണ് തുടക്കം കുറിച്ചത്. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ ആധ്യാത്മരാമായണം, കിളിപ്പാട്ട് പാരായണം, വൈകിട്ട് 5-ന് മാഹാത്മ്യ പ്രഭാഷണവും, ഓഗസ്റ്റ് 2 ബാലകാന്ഡം, അയോധ്യാകാന്ഡം കഥാപ്രഭാഷണം, ഓഗസ്റ്റ് 3 ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം പ്രഭാഷണം, ഓഗസ്റ്റ് 4 സുന്ദരകാന്ഡം, യുദ്ധകാന്ഡാരംഭം പ്രഭാഷണം, ഓഗസ്റ്റ് 5 യുദ്ധകാന്ഡം, ഓഗസ്റ്റ് 6 ആദിത്യഹൃദയ രാവണവധം, ശ്രീരാമ പട്ടാഭിഷേകം, തുടർന്ന് 10:30-ന് ശ്രീരാമമംഗളം, 11-ന് മംഗളാരതി,
കൃതി. ഓഗസ്റ്റ് 6 ഉച്ചയ്ക്ക് 12 മണിക്ക് സമർപ്പണം. ആചാര്യൻ ആലപ്പാട്ട് രാമചന്ദ്രൻ. പാരായണം ശ്രീമതി ജയശ്രീ രാമചന്ദ്രൻ തൃപ്പൂണിത്തുറ. ഓഗസ്റ്റ് 16 വരെ കാലത്ത് 6 മണി മുതൽ ദിവസേന രാമായണ പാരായണം ഉണ്ടായിരിക്കും. അവതരണം വിരുട്ടാണം മാത്യു സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി ഞാങ്ങാട്രിയിൽ സമന്വയ MS കുമാർ സ്മാരക പുരസ്കാര വിതരണവും ഈ മാസം 8 നടക്കും. മന്ത്രി ആർ ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞാങ്ങാട്രി സമന്വയ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് MS കുമാർ പുരസ്കാരം നൽകി വരുന്നത്. ഇത്തവണ രാമകൃഷ്ണകുമാർ നെല്ലൂരിന്റെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാമകൃഷ്ണൻ കുമാരനെല്ലൂർ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ രചനകളെ കൂടി പരിഗണിച്ചാണ് MS കുമാറിന്റെ സ്മരണയിലുള്ള പുരസ്കാരം നൽകുന്നതെന്നും ഇവർ വ്യക്തമാക്കി. സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വായനശാലയാണ്. നാട്ടിലെ അവസാന ദിവസങ്ങളിൽ മിക്കവാറും ദിവസവും ഈ വായനശാലയിൽ വന്നിരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇങ്ങനെ പുരസ്കാരം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. MS കുമാർ എന്ന് പറയുമ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം, അതുപോലെ ചെറുകാട് സ്മാരക പുരസ്കാരം, ശക്തി അബുദാബി ശക്തി പുരസ്കാരം തുടങ്ങി ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ ആളാണ് MS കുമാർ. അദ്ദേഹത്തിൻ്റെ ഉടുക്ക് എന്ന നോവൽ, അത് കുട്ടികളുടെ അല്ല, ആ നോവൽ നമ്മുടെ നാട്ടിലെ ഈ വിളക്കുപാട്ടുമായി ബന്ധപ്പെട്ട ജീവിതം ആവിഷ്കരിക്കുക ഒരു നോവലാണ്. ആ നോവലിന് മാമൻ മാപ്പിള അവാർഡ് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പല രൂപത്തിലും പുരസ്കൃതനായ ഒരു വ്യക്തിയുടെ, അംഗീകാരം നേടിയ ഒരു വ്യക്തിയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒന്നിടവിട്ട വർഷങ്ങളിൽ ഒരു പുരസ്കാരം നൽകുക എന്നത് ഞങ്ങളൊരു കടമയെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അല്ല, ഒരു തവണ നൽകുന്നത് ബാലസാഹിത്യമാണെങ്കിൽ അടുത്ത തവണ മറ്റേതെങ്കിലും സാഹിത്യ വിഭാഗം നൽകും, വീണ്ടും അടുത്ത തവണ ബാലസാഹിത്യം നൽകും. അങ്ങനെ ഒന്നിടവിട്ട പുരസ്കാരങ്ങൾ എപ്പോഴും ബാലസാഹിത്യത്തിന് നൽകാനാണ് ഞങ്ങൾ ആവശ്യമുള്ളത്. യുക്തിബോധമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഈ എഴുത്തുകാരന്റെ രചനകൾ മാർഗദർശിയായിരിക്കുമെന്നും ജൂറി അംഗങ്ങൾ വിലയിരുത്തിയിരുന്നു. TK നാരായണദാസ്, ഡോക്ടർ CP ചിത്രഭാനു, RNT കണ്ണന്നൂർ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഈ മാസം 8 വൈകുന്നേരം 5 മണിക്ക് ഞാങ്ങാട്ടൂർ AUP സ്കൂൾ വെച്ചാണ് അനുസ്മരണ ചടങ്ങ് നടത്തുന്നത്. മന്ത്രി ആർ ബിന്ദു പുരസ്കാര സമർപ്പണം നിർവഹിക്കുമെന്നും ഇവർ അറിയിച്ചു. അപ്പോൾ അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ് പരിപാടി, നമ്മൾ പുരസ്കാരം കൊടുക്കുന്നു, പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അതിൽ മുഖ്യ പ്രഭാഷണം നമ്മൾ നടത്തുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷാണ്. നാട്ടുജീവിതവും സാഹിത്യവും എന്ന വിഷയത്തിലാണ് നമ്മുടെ പ്രഭാഷണം നടക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 2 പ്രഭാഷണങ്ങളുണ്ട്. പിന്നെ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ CP ചിത്രഭാനു മാഷ് സംസാരിക്കും. പിന്നെ നാരായണദാസ് മാഷ്, നമ്മുടെ പുരസ്കാര നിർണയ സമിതിയുടെ കൺവീനർ നാരായണദാസ് മാഷാണ്, ആര്യൻ മാഷ്, പിന്നെ അവിടുത്തെ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കും. പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മാഷ് പഠിപ്പിച്ച ഒരു വലിയ നിര ശിഷ്യരുണ്ട്, ഒപ്പം പ്രവർത്തിച്ച ആളുകളുണ്ട്, സഹകാരികളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ ഒരു സംഗമ വേദിയായിട്ട് മാഷ് പഠിപ്പിച്ച സ്കൂള് ഞാങ്ങാട്ടൂർ AUP സ്കൂളാണ്. ആ സ്കൂള് വേദിയായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും, അതൊരു മാഷോടുള്ള ആളുകൾ സൂചന കൂടി ആയി ആ സ്കൂളും അതിന് തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് വേദി നമ്മൾ മാറാതെ ശരിക്കും ഗ്രാമപ്രദേശമായിട്ടുള്ള ഞാങ്ങാട്ടിയിൽ തന്നെ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നതും. ചടങ്ങിൽ നാട്ടുജീവിതവും സാഹിത്യവും എന്ന വിഷയത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും. മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ TK നാരായണദാസ്, RNT കണ്ണന്നൂർ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഏറ്റവും നല്ല അതിനനുസരിച്ച് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രാമകൃഷ്ണന്റെ ഈ കഥകളെന്ന് പറയാം, കവിതകളെന്ന് പറയാം. രണ്ടിന്റെയും അതിർത്തികൾ ഒരു ചെറിയ ഭാഗം കൊണ്ട് വേർതിരിക്കപ്പെടുന്നുണ്ട്, കൃത്യം പറയാൻ വയ്യ. എങ്കിലും അദ്ദേഹത്തിന്റെ ഈ രചനകളൊക്കെ 1/2 പേജ് അല്ലെങ്കിൽ 1 പാരഗ്രാഫൊക്കെയാണുള്ളത്. അത് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് വേറൊരു കഥയിലേക്ക് പോകാനുള്ള മനസ്സ് വരും, അത് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആണ് പ്രധാനമായും ഈ കഥ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഈ പുസ്തകം തിരഞ്ഞെടുക്കാൻ കാരണം. അദ്ദേഹത്തിന്റെ രചന എങ്ങനെയായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കൂറ്റനാട് മൂളിപ്പറമ്പിൽ വീട്ടിലെ വിറകുപുരയിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. മൂളിപ്പറമ്പ് സ്വദേശി കോലഞ്ചേരി അച്യുതന്റെ വീട്ടിൽ നിന്നും ശനിയാഴ്ച ഉച്ചയോടെയാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. വീടിനോട് ചേർന്ന വിറകുപുരയിൽ നിന്നും വിറകെടുക്കാൻ പോയ വീട്ടമ്മയാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിച്ചു.
1 മീറ്ററിലേറെ നീളം വരുന്ന പാമ്പ് ഇര പിടിച്ച അവസ്ഥയിലായിരുന്നു. പിടികൂടിയ മൂർഖനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു. ഇതോടെ നെളിയൂർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.